ഡോക്ടർ, ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. എന്നാ ഞാനങ്ങോട്ട്. അവരുടെ ആൾക്കാർ വരട്ടെ. സാർ എന്റെ ചേച്ചിയുടെ 2 കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതാ ഞാൻ. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ റോഡ് പക്കത്ത് എന്നെയും കാത്തു നിൽക്കുക. ഇപ്പൊ ഞാനങ്ങ് ചെന്നില്ലെങ്കിൽ വല്ല പിച്ചക്കാരും. താൻ എന്ത് മണ്ടത്തര കാണിച്ചേ? ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ ഞാനെല്ലാം മറന്നു. ശരി പോയിക്കോ. താങ്ക് യു ഡോക്ടർ. പിന്നെ തന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇവിടെ കൊടുത്തിട്ട് പോകണം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കും, വരണം. ഡോക്ടർ, ഇതൊന്ന് കൊടുത്തേക്കണേ. എന്റെ അമ്മ. She's my auntie. Don't worry. തക്ക സമയത്തിനൂടെ എത്തിച്ചുകൊണ്ടൊന്നും പറ്റിയില്ല. Now she is getting conscious. ആരുടെ വണ്ടിയാ ഡോക്ടർ ഇടിച്ചത്? അതറിയില്ല. ആരെ ഇവിടെ എത്തിച്ചത്? നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നയാൾ അഡ്രസ് തന്നിട്ട് പോയി. ആള് പോയോ? എന്നാ അവൻ തന്നെ ആയിരിക്കും ഇടിച്ചത്. അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് തോന്നുന്നില്ല. ഹീസ് എ മലയാളി, യുനോ. മലയാളിക്ക് എന്താ വണ്ടി ഇടിച്ചൂടെ? തർക്കിക്കാൻ ഞാനില്ല. ആദ്യം ആള് രക്ഷപ്പെട്ടതിന് ദൈവത്തിനോട് നന്ദി പറയൂ. അതല്ല, ഇനി അയാൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമെങ്കിൽ അതായിക്കോട്ടെ. ലേശം മതി. നീ ഇതുവരെ എവിടെ പോയിക്കായിരുന്നു? ഞാനാകെ പേടിച്ചു. ഭാഷയും വഴി അറിയാതെ ഒന്ന് ചുറ്റിയ ലക്ഷണം ഉണ്ടല്ലോ. അപ്പച്ചാ, ഇവനൂടി വിളമ്പ്. ഞാൻ പിന്നെ കഴിച്ചോളാം. എടാ, ഞാൻ പോയ കാര്യം സക്സസ് ആയിട്ടോ. അവളുടെ വീട് കണ്ടുപിടിച്ചു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അവള് വെട്ടിക്കൊണ്ട പന്നിയുടെ സ്പീഡിൽ വണ്ടി കയറി പോണ കണ്ടു. അല്ല, നിനക്കെന്താ പറ്റിയേ? പറയുടെ എന്തുണ്ടായേ? ഇന്ന് രാവിലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോ ഒരാൾക്കൂട്ടം, ഒരു സ്ത്രീ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ആണോ? എവിടെയായിട്ട്? എന്ത് ജംഗ്ഷനാ? മെജസ്റ്റിക് ജംഗ്ഷൻ. കുറച്ച് പ്രായമുള്ള സ്ത്രീയാ. ദൈവമേ, എന്റെ വണ്ടിയാണല്ലോ ഇടിച്ചത്. എന്നാ ആരെങ്കിലും അവരെ ആസ്പത്രിയിൽ എത്തിക്കാൻ നോക്കണ്ടേ? അതുമില്ല. ഞാൻ അങ്ങ് ചൂടായി. അന്നേരം എല്ലാവരും പോയി. ഒടുവിൽ ഞാൻ അവരെ ആസ്പത്രിയിൽ എത്തിച്ചത്. ആ വണ്ടി ഓടിച്ച് അവനെ അങ്ങനെ എന്റെ കൈ കിട്ടി അവന്റെ ചെപ്പ അടിച്ച് പൊട്ടിക്കും ഞാൻ. അങ്ങനെ നിർത്താതെ പോയെങ്കിൽ അവന്റെ ഒടുക്കത്തെ പോക്കാത്. കർത്താവ് അവന്റെ തല ഇടുത്തി വീഴണേ. അപ്പച്ച, അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. എന്തിന്? ഒരു പക്ഷെ അവൻ ആ വണ്ടി അവിടെ നിർത്തിയാല് നാട്ടുകാരെടുത്തിട്ട് പോശില്ലെന്ന് എന്താണ് ഉറപ്പ്? ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. അവനെ പേപ്പട്ടി അടിക്കും. അപ്പച്ച, നമ്മള് 2 വശവും ചിന്തിക്കണം. പറ്റില്ല. നിർത്ത്. നീ എന്തിനാ എത്ര ഇമോഷണൽ ആവുന്നേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ ചെന്നിടിച്ചതെന്ന്. ഏയ്, ഞാനല്ല. പിന്നെന്തിനാണ് തർക്കിക്കുന്നത്? പോടാ. എന്നിട്ട് ആ സ്ത്രീയുടെ അവസ്ഥ എന്താ? നീ അത് പറ. അവർക്ക് ബോധമല്ല. മരിക്കോ? രക്ഷപ്പെടുന്ന പറഞ്ഞത്. സമാധാനായി. പക്ഷെ പുലിവാല് പിടിച്ചത് ഞാനാ. അവിടെ നൂരിപ്പോരാൻ പെട്ട പാട്. ഒടുവിൽ പേരും അഡ്രസ്സും എഴുതി കൊടുത്താ പോന്നത്. പേരും അഡ്രസ്സും കൊടുത്താ? ബുദ്ധിയിലണ്ട ഓരോന്ന് ചെയ്യും മണ്ടൻ. അവര് വല്ല കേസും കൊടുത്താൽ നീ കോടതി കയറി ഇറങ്ങേണ്ടി വരും. ചിലപ്പോ അകത്തും ആവും. അതറിയാം. എനിക്കിവിടെ കേസിനും വഴക്കിനും ദിവസം വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു എളുപ്പ വിദ്യ. എന്താത്? നിന്റെ പേരും അഡ്രസ്സാ ഞാൻ കൊടുത്തത്. അത് കൊള്ളാം. എന്തിനാ എന്റെ അഡ്രസ് കൊടുത്ത്? എനിക്കിവിടെ അഡ്രസ് ഇല്ലാത്തതുകൊണ്ട്. അയവന് ബുദ്ധിയുണ്ട്. ഫോൺ എടുക്ക്. തനിക്ക് പോയി എടുത്താൽ എന്താ? നീ പെണ്ണ് കേസുകൾ വിട്ടതോടുകൂടി ഫോൺ എടുക്കാനുള്ള എന്റെ ഇൻട്രസ്റ്റ് പോയി. ഹലോ. ഹലോ, 68668887 ആണല്ലോ. അനിയൻകുട്ടിയാണോ? അതെ. ഒരു പാവ സ്ത്രീയെ വണ്ടി അടിച്ച് ഹോസ്പിറ്റലാക്കിയിട്ട് അവിടെ സുഖിച്ചിരിക്കാന്ന് താൻ കരുതണ്ട. വണ്ടി ഇടിച്ച കേസാണോ? അതെ. ആഹാ, അനിയൻകുട്ടിക്ക് കൊടുക്കാം. ഹലോ. നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ കൊലക്കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഞാൻ. ഹലോ ഹലോ, കട്ടായി. എന്ത് പറഞ്ഞു? അവള് കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കുന്നു. എന്നാൽ ഉടനെ നീ ആശുപത്രി ചെന്ന് നിന്റെ യഥാർത്ഥ പേരെഴുതി കൊടുക്ക്. എനിക്ക് കേസ് നടത്താനൊന്നും സമയമില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. എടാ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഒരു വണ്ടി ഇടിച്ചതിന്റെ പേരിലല്ലേ ഇത്രയും പ്രശ്നം? എന്റെ ഗീവർഗീസ് പുണ്യാളാ, ആ വണ്ടി ഓടിച്ചോണ്ട് പോയവനെ മൂർഖം പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് വണ്ടിയും കൂടി ഇടിച്ച് ചാവണേ. വിഷമിക്കണ്ടടാ, ഞാൻ പ്രാവിയാ ഫലിക്കും.